കേരളം റെക്കോർഡ് പോളിംഗിലേക്ക് എന്ന സൂചനയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ പോളിംഗ് വിവരങ്ങൾ നൽകുന്ന സൂചന. 50% കടന്നു കഴിഞ്ഞു മിക്ക മണ്ഡലങ്ങളിലും. ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും 50% കഴിഞ്ഞ പോളിംഗ് എന്ന് പറയുമ്പോൾ അത് 6 മണി സമയം പോളിംഗ് അവസാനിക്കുന്ന സമയമാകുമ്പോഴേക്ക് ഒരുപക്ഷെ വലിയ തോതിൽ മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. അത്തരത്തിലാണ് വിവരങ്ങൾ, ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കാനുള്ളത്. തിരുവനന്തപുരം അടക്കം, കോട്ടയം അടക്കം, കോഴിക്കോട് അടക്കം എല്ലാ മണ്ഡലങ്ങളിലും, വാശിയേറിയ പോരാട്ടം നടക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും 50% കഴിഞ്ഞു പോളിംഗ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. രാവിലെ മുതൽ തന്നെ നീണ്ട ക്യൂ അനുഭവപ്പെട്ടിരുന്നു. ആദ്യഘട്ടത്തിൽ വോട്ടിംഗ് മെഷീൻ പണിമുടക്കിയതുമായി ബന്ധപ്പെട്ട നേരിയ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ പിന്നീട് കാര്യങ്ങളൊക്കെ സുഗമമായി കഴിയുന്ന പശ്ചാത്തലവും സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ മുതലുള്ള നീണ്ട നിര വലിയ ഒരു ട്രെൻഡായിരുന്നു. പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട് തീരമേഖലയിലടക്കം നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ മേഖലയിലും വളരെ ശക്തമായ പോളിംഗ് നടക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്ത് നിന്ന് ആർ കിരൺ ബാബു ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. കിരൺ, 50% പിന്നിട്ട് കഴിഞ്ഞു. തിരുവനന്തപുരത്ത് മേഖലകൾ വ്യത്യാസമില്ലാതെ എല്ലാ സ്ഥലങ്ങളിലും ശക്തമായ പോളിംഗ് രേഖപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ എന്ത് മനസ്സിലാക്കണം നമ്മൾ? കഴിഞ്ഞ തവണ ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയ 3 മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം. 65% മാത്രമായിരുന്നു അവിടെ പോളിംഗ് എങ്കിൽ അത് ഇപ്പോൾ അതിനപ്പുറത്തേക്ക് കടക്കുന്ന ഒരു സാഹചര്യത്തിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കേരളം റെക്കോർഡ് പോളിംഗിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. 2 മണി വരെയുള്ള ഔദ്യോഗിക കണക്കാണ് വ്യക്തമായിട്ടുള്ളത്. അതിനുശേഷം 3 മണിയുടെ കണക്ക് വരാനിരിക്കുന്നത്. സ്വാഭാവികമായും 4-5% വ്യത്യാസം ഉണ്ടായിരിക്കാം. 2 മണിയുള്ള ഔദ്യോഗിക കണക്ക് പ്രകാരം തന്നെ കേരളത്തിലാകെ 50.92% പോളിംഗ് പൂർത്തിയായി കഴിഞ്ഞു. തിരുവനന്തപുരത്ത് 49.97% പോളിംഗ് പൂർത്തിയായത്. ഈ സമയം കൊണ്ട് ഇത്രയേറെ പോളിംഗ് തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. തിരുവനന്തപുരം സാധാരണഗതിയിൽ മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് പോളിംഗിൽ വളരെ കേരളത്തിന്റെ ശരാശരി പോളിംഗ് ശതമാനത്തിലും പിന്നിൽ നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. മുൻകാലങ്ങളിലെല്ലാം അനുഭവം അതുതന്നെയായിരുന്നു. എന്നാൽ കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ ആകെ ശരാശരിയും തിരുവനന്തപുരത്തെ ശരാശരിയും തമ്മിൽ 1% വ്യത്യാസം മാത്രമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കേരളത്തിലെ മുഴുവൻ ട്രെൻഡിനൊപ്പം തന്നെ മുന്നോട്ട് നീങ്ങുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. തിരുവനന്തപുരത്ത് പ്രധാനമായും തീരദേശ മണ്ഡലങ്ങളിൽ വലിയ രീതിയിലുള്ള പോളിംഗ് ആണ് നടക്കുന്നത്. നെയ്യാറ്റിൻകരയിലും പാറശാലയിലുമാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. ഈ 2 മണ്ഡലങ്ങളിൽ രാഷ്ട്രീയമായ ചില പ്രത്യേകത കൂടിയുണ്ട്. ഈ 2 മണ്ഡലങ്ങൾ കഴിഞ്ഞ തവണ 3 മണ്ഡലങ്ങളാണ് നെയ്യാറ്റിൻകരയും പാറശാലയും കോവളവും അടക്കമുള്ള മണ്ഡലങ്ങളാണ് ശശി തരൂരിന് വിജയം സമ്മാനിച്ചത്. മറ്റ് 4 മണ്ഡലങ്ങളിൽ നഗരകേന്ദ്രീകൃതമായ മറ്റ് 4 മണ്ഡലങ്ങളിൽ പ്രധാനമായും ഒ രാജഗോപാലിനായിരുന്നു ഭൂരിപക്ഷമെങ്കിൽ ഈ തീരദേശ മേഖലയിലെ ഈ മണ്ഡലങ്ങളിലെ വലിയ ഭൂരിപക്ഷമാണ് ശശി തരൂരിന് വിജയം സമ്മാനിച്ചത്. ഈ 3 മണ്ഡലങ്ങളിലും സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ പോളിംഗ് നടത്തുന്നുണ്ട്. എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ വട്ടിയൂർക്കാവും നേമം അടക്കമുള്ള മണ്ഡലങ്ങളിലും പോളിംഗ് നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്തും കഴക്കൂട്ടത്തും മാത്രമാണ് പോളിംഗ് ശതമാനത്തിൽ അല്പമെങ്കിലും പിന്നോക്കം നിൽക്കുന്നത്. പക്ഷേ അതുപോലും ഒരു വല്ലാത്ത രീതിയിൽ പിന്നോക്കം പോയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. 4-5% നമുക്കറിയാം, ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലം എന്ന രീതിയിൽ ഈ വോട്ടിംഗ് ശതമാനത്തിലെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അത് എന്തിന്റെ കണക്കൂട്ടലായി നമുക്ക് കണക്കാക്കാം? പ്രത്യേകിച്ചും BJPക്ക് ശക്തമായ സ്വാധീനമുള്ള നേമത്തും വട്ടിയൂർക്കാവിലും ശക്തമായ പോളിംഗ് രേഖപ്പെടുത്തുന്നു. കഴക്കൂട്ടത്ത് മാത്രമാണ് കിരൺ പറഞ്ഞ പോലെ അല്പം പുറകോട്ട് പോയേക്കുന്നത്. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ, CPMന്റെ ശക്തി കേന്ദ്രങ്ങളിൽ, ഇടതുപക്ഷ ശക്തി കേന്ദ്രങ്ങളിൽ, BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ, അങ്ങനെ നമുക്കൊന്ന് കണക്കെടുത്താൽ എന്ത് നമുക്ക് മനസ്സിലാക്കാം ഈ ഘട്ടത്തിൽ? രഞ്ജിത്ത് പറഞ്ഞോളൂ കിരൺ, കേൾക്കാം. രഞ്ജിത്ത്, നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ഈ പോളിംഗ് ശതമാനം ഉയരുന്നതിന് ഒരു കൃത്യമായ ഒരു കണക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ തവണത്തെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയായിരുന്നു, ഈ മണ്ഡലങ്ങൾ എങ്ങനെയാണ് പോൾ ചെയ്തത്, അവിടെ ഏത് പാർട്ടിക്കായിരുന്നു മുൻതൂക്കമുണ്ടായിരുന്നത്, ഇത് പരിശോധിക്കുമ്പോൾ നമുക്ക് മണ്ഡലത്തിൽ ഏകദേശം ഒരു ചിത്രം കഴിഞ്ഞ തവണത്തെ പോലെ തന്നെയാണെങ്കിൽ ഒരു ചിത്രം വ്യക്തമാവും. 4 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് ഒ രാജഗോപാലിനാണ്. ഈ 4 മണ്ഡലങ്ങളിലും 2ാം സ്ഥാനത്തെത്തിയത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ശശി തരൂരായിരുന്നു, UDF സ്ഥാനാർത്ഥി ശശി തരൂരായിരുന്നു. എന്നാൽ ഈ തീരദേശ മേഖലയിലെ 3 മണ്ഡലങ്ങൾ, ഈ 3 മണ്ഡലങ്ങളിലും 3 മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്തെത്തിയത് ശശി തരൂരാണ്, കോൺഗ്രസിന്റെ ശശി തരൂരാണ്. അവിടെ ഈ 3 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനം നേടാൻ BJP കഴിഞ്ഞില്ല. ഈ 3 മണ്ഡലങ്ങളിലും 2ാം സ്ഥാനത്തെത്തിയത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്നു. അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും ഇടതുമുന്നണി സ്ഥാനാർത്ഥി തമ്മിലുള്ള വ്യത്യാസം ചെറുതായിരുന്നുവെങ്കിൽ അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും BJPയുടെ സ്ഥാനാർത്ഥിയും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 4 മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം നേടിയിട്ടും ഒ രാജഗോപാലിന്റെ ഭൂരിപക്ഷത്തെ മറികടന്ന് വിജയിക്കാൻ ശശി തരൂരിന് കഴിഞ്ഞത് ഈ 3 മണ്ഡലങ്ങളിലെ വലിയ ഭൂരിപക്ഷം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ തവണ ഈ മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം
ഭൂരിപക്ഷം ഉയർത്താൻ വേണ്ടിയാണ് കോൺഗ്രസും അതോടൊപ്പം തന്നെ കോൺഗ്രസും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു കോൺഗ്രസും ഇടതുമുന്നണി തമ്മിലുള്ള വോട്ടിന്റെ വ്യത്യാസം വളരെ ചെറുതാണ്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഏറ്റവും കൂടുതൽ വോട്ട് മേടിക്കാൻ വേണ്ടി മത്സരിക്കുമ്പോൾ, വോട്ട് സംഭരിക്കാൻ വേണ്ടി മത്സരിക്കുമ്പോൾ ഈ 3 മണ്ഡലങ്ങളിൽ പരമാവധി ഇവരുടെ ഭൂരിപക്ഷം കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് NDA മത്സരിക്കുന്നത്. NDAയുടെ ശ്രമം അത് തന്നെയാണ്. തീരദേശ മേഖലയിൽ നിന്ന് പരമാവധി വോട്ട് സംഭരിക്കുക, അതുവഴി അവരുടെ ഭൂരിപക്ഷം പരമാവധി കുറയ്ക്കുക. അതിനുശേഷം മറ്റ് നഗര കേന്ദ്രീകൃത മണ്ഡലങ്ങളിലേക്ക് കൂടുതൽ ആളുകളെ എത്തിച്ചുകൊണ്ട് കൂടുതൽ ഭൂരിപക്ഷം നേടുക. അതിന്റെ കൂടി ഒരു പ്രതിഫലമാവണം ഈ നിയമവും അടക്കമുള്ള മണ്ഡലങ്ങളിൽ വിശകലനം കിരണിന്റെ ഭാഗത്തുണ്ട്. ഒപ്പം ഈ വോട്ടിംഗ് മെഷീനിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ രാവിലെ മുതൽ ഉയർന്നിരുന്നു. കോവളത്ത് ആദ്യത്തെ പരാതി ഉയർന്നു. പിന്നീട് അത് പട്ടത്തും ഈ സമാനമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു. രമേശ് ചെന്നിത്തല തന്നെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. അത്തരത്തിൽ താമര ചിഹ്നത്തിലേക്ക് വോട്ടുകൾ പോകുന്ന സാഹചര്യമുണ്ടായി, എവിടെ കുത്തിയാലും എന്ന രീതിയിൽ. ഇത് ഗൗരവതരമായ പരാതിയാണോ? അതിനുള്ള അടിസ്ഥാനമുണ്ടോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും ഇത് വ്യാജ പരാതിയാണ് എന്ന രീതിയിൽ പരാതി ഉന്നയിച്ചവർക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോലും കാര്യങ്ങൾ പോയല്ലോ. രഞ്ജിത്ത്, ഇങ്ങനെ ഒരു പരാതി ഒരു ബൂത്തിൽ നിന്ന് രാവിലെ ഉയർന്നിരുന്നു. ഈ ബൂത്തിലെ പരാതിയെ തുടർന്ന് അവിടുത്തെ ആ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രമടക്കം മാറ്റിവെച്ചുകൊണ്ടാണ്, പുതിയ വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് വോട്ടിംഗ് തുടർന്നത്. ഇതിൽ ഔദ്യോഗികമായി തന്നെ കോൺഗ്രസും CPM-ഉം ഔദ്യോഗികമായി തന്നെ പരാതി നൽകിയിരുന്നു. ഈ 2 മുന്നണികളിലെയും പരാതി പരിശോധിച്ച് കളക്ടറാണ് ഒരു റിപ്പോർട്ട് നൽകിയത്. കളക്ടർ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് വോട്ടിംഗ് മെഷീൻ ഏതെങ്കിലും തരത്തിൽ തകരാറില്ലെന്നും ഇങ്ങനെ ഒരു പരാതി അടിസ്ഥാനരഹിതമാണ് എന്നുള്ള നിലപാടാണ് കളക്ടറുടെ റിപ്പോർട്ടിലുള്ളത്. ഇതനുസരിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ ഈ പരാതിക്ക് അടിസ്ഥാനമില്ലെന്നും ഏതെങ്കിലും തരത്തിൽ വോട്ടിംഗ് മാറി വരുന്നില്ല എന്നുള്ള നിലപാട് എന്ന് കൃത്യമായി തന്നെ അദ്ദേഹം അറിയിച്ചു. അതോടുകൂടി ഇലക്ഷൻ കമ്മീഷൻ അതിനുശേഷം ഈ പരാതി നൽകിയവർക്കെതിരെ കേസെടുത്തുന്നത് പ്രതിപക്ഷ നേതാവ് പ്രധാനമായും പറയുന്നത്, ഒരാൾ പരാതി നൽകുമ്പോൾ പ്രാഥമികമായ അന്വേഷണം പോലും നടത്താതെ അയാൾക്കെതിരെ കേസെടുക്കുന്നത് ശരിയല്ല, ഇത് മറ്റുള്ളവർ പരാതി പറയുന്നത് തടയാനിടയാക്കും, ആ തരത്തിൽ കേസെടുക്കുന്നത് മനഃപൂർവ്വമാണ് എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അത് ശരിയല്ല എന്നുള്ളത് പറയുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് VVPAT ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ VVPAT സംബന്ധിച്ച് ആർക്ക് വേണമെങ്കിലും പരാതി ഉന്നയിക്കാം, പക്ഷേ പരാതി അടിസ്ഥാനമുള്ളതായിരിക്കണം. ഞാൻ വോട്ട് ചെയ്തത് ആ വോട്ടിൽ VVPAT-ൽ ഏത് ചിഹ്നമാണോ പതിഞ്ഞെന്ന് കാണാൻ കഴിയുന്നത് ഈ വോട്ടർക്ക് മാത്രമാണ്. മൂന്നാമതൊരാൾക്ക് ഇത് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ വോട്ടർ മാത്രമാണ് അയാളുടെ വിശ്വാസ്യതയ്ക്ക് വേണ്ടിയാണ് VVPAT ഉപയോഗിക്കുന്നത്. അയാൾ കുത്തിയ ബട്ടണിന്റെ ചിഹ്നം തന്നെയാണോ ഈ മെഷീനിൽ തെളിഞ്ഞത് എന്ന് അയാൾക്ക് ഉറപ്പാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരാൾ വ്യാജമായി പരാതി ഉന്നയിച്ചാൽ അയാൾക്കെതിരെ ക്രിമിനൽ നടപടി എടുത്ത് കേസെടുക്കും എന്നുള്ള നേരത്തെ തന്നെയുള്ള വ്യവസ്ഥയാണ്. അത് നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ വിശദമായി ആ വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും നമുക്കിനിയും കോഴിക്കോട്ടെ സാഹചര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. കോഴിക്കോട്ടടക്കം നിരവധി മണ്ഡലങ്ങളിൽ നമുക്ക് ഇത്തരത്തിൽ വളരെ ശക്തമായ പോളിംഗ് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. കോഴിക്കോട് ഇപ്പോൾ 47.8, അത് അവസാനത്തെ കണക്കല്ല, അത് അനൗദ്യോഗികമായ ഒരുപക്ഷെ 50% മുകളിലേക്ക് പോയ പശ്ചാത്തലവും സാഹചര്യവും ഒക്കെ ഉണ്ട്. നമുക്ക് കോഴിക്കോട്ടേക്ക് ഒന്ന് പോയാൽ സനോജ് സുരേന്ദ്രൻ ഉണ്ട് അവിടെ. സനോജ്, രാവിലെ മുതൽ അവിടുത്തെ തീരമേഖലകളിലടക്കം ശക്തമായ പോളിംഗ് അനുഭവപ്പെട്ട സാഹചര്യമുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമുള്ള കാര്യങ്ങൾ, ട്രെൻഡ് എങ്ങനെയാണ് അതിനെ വിലയിരുത്തേണ്ടത്? അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുന്ന ഏത് രീതിയിലാണ്? രഞ്ജിത്ത്, ഇപ്പോഴും സമാനമായ സാഹചര്യമാണ് കോഴിക്കോട് ജില്ലയിലെ തീരദേശ മേഖലയിലെ പോളിംഗിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വെള്ളയിൽ ബീച്ചിലെ ഒരു പോളിംഗ് ബൂത്തിലാണ്. ഇവിടെ ഇപ്പോൾ നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ കഴിയും. നിരവധി ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി ക്യൂവിൽ നിൽക്കുന്നു. രാവിലെ മുതൽ തുടങ്ങിയ ആ ക്യൂ ഇപ്പോഴും തുടരുകയാണ്. 47.91% പേർ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരം. 3:10 അത് കൃത്യമായ ഒരു കണക്ക് ഔദ്യോഗികമായി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുനിന്നും അറിയിപ്പുണ്ടായിരിക്കുന്നത്. അല്പസമയത്തിനകം ഏറ്റവും പുതിയ കണക്ക് നമുക്ക് ലഭ്യമാക്കാൻ കഴിയും. എന്തായാലും രാവിലെ ഈ വോട്ടിംഗ് ആരംഭിച്ച വേളയിൽ കോഴിക്കോട് മണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ 25ഓളം ഇടങ്ങളിൽ വോട്ടിംഗ് യന്ത്രത്തിന് തകരാർ സംഭവിക്കുകയും ആ തകരാറിൻ്റെ ഭാഗമായി പലയിടങ്ങളിലും വോട്ടിംഗ് നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ വൈകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ആ സമയത്ത് തുടങ്ങിയ ഒരു നീണ്ട ക്യൂ പല ബൂത്തുകളിലും ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും. ശക്തമായ പോളിംഗ് തന്നെ കോഴിക്കോട് മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണം നമുക്ക് കരുതാൻ. ഓരോ മണിക്കൂറിലും 8%-ലധികം പേർ വോട്ട് രേഖപ്പെടുത്തുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 80%-ലേറെ ആളുകൾ കോഴിക്കോട് മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തുവാനാണ് സാധ്യത. ഇന്ന് വൈകുന്നേരം 6 മണി വരെയാണ് വോട്ട് ചെയ്യുവാൻ വേണ്ടിയുള്ള സമയം നിശ്ചയിച്ച് നൽകിയിട്ടുള്ളത്. എന്നാൽ 6 മണിക്ക് അവസാന വരിയിൽ ക്യൂ നിൽക്കുന്ന ആളുകൾക്ക് ടോക്കൺ നൽകിയ ശേഷം മുഴുവൻ ആളുകൾക്കും 6 മണിയോടുകൂടി ബൂത്തിലെത്തുന്ന മുഴുവൻ ആളുകൾക്കും വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സൗകര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ അത് 7 മണി വരെ നീളാം എന്നുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കാരണം അത്രത്തോളം തിരക്ക് പല ബൂത്തുകളിലും നമുക്ക് കാണാൻ കഴിയും. 79.81 കോഴിക്കോട് മണ്ഡലത്തിൽ 2014
പോൾ ചെയ്ത വോട്ടിന്റെ കണക്കതായിരുന്നു 79.81. സനോജ് പറയുന്ന കണക്കനുസരിച്ച് ഓരോ മണിക്കൂറും 8% പേർ വോട്ട് പോൾ ചെയ്യുന്നു. ഒപ്പം ശക്തമായ ക്യൂ തീരദേശ മേഖലകളടക്കമുള്ള മണ്ഡലങ്ങളിൽ കാണുന്നു. അവിടെ 80% മുകളിൽ, ഒരുപക്ഷെ 85% കാര്യങ്ങൾ എത്തിയേക്കാം എന്നതിന്റെ സൂചനയാണോ അത്? നമുക്കറിയാം CPM-ന്റെ സ്ഥാനാർത്ഥി ഇടതുപക്ഷ സ്ഥാനാർത്ഥി പ്രദീപ് കുമാറും MK രാഘവനും തമ്മിൽ വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം. അവിടെ രാഘവനെതിരെ ഉയരുന്ന ആരോപണങ്ങളൊക്കെ ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിൽക്കുന്ന സാഹചര്യവുമുണ്ട്. എന്തിന്റെ ഭാഗമായി ഈ വോട്ടിങ്ങിന്റെ ഏതൊക്കെ മേഖലകൾ തിരിച്ചു നോക്കിയാൽ UDF-നും LDF-നും സ്വാധീനമുള്ള മേഖലകൾ തിരിച്ചു നോക്കിയാൽ നമുക്ക് ഏതൊക്കെ മേഖലകളിൽ കൃത്യമായി വോട്ടിംഗ് നടക്കുന്നുണ്ട്, അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ പോളിംഗ് നടക്കുന്നുണ്ട്, അത്തരമൊരു കണക്കൂട്ടലിലേക്ക് പോകാറായോ സനോജ്? രഞ്ജിത്ത്, ഈ കോഴിക്കോട് മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും നന്നായുള്ള പോളിംഗാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഇവിടെ സിറ്റിംഗ് MP MK രാഘവനും സിറ്റിംഗ് MLA A പ്രദീപ് കുമാർ തമ്മിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. രണ്ടുപേരും ജനങ്ങളുടെ ഇടയിൽ വലിയ തോതിൽ സ്വാധീനമുള്ള ജനപ്രതിനിധികളാണ്. ഒപ്പം തന്നെ BJP-യും അവരുടേതായ രീതിയിലുള്ള ശക്തമായ സാന്നിധ്യം തെളിയിച്ചുകൊണ്ട് തന്നെ മത്സരരംഗത്തുണ്ട്. മറ്റിടങ്ങളിൽ നിന്നും വിഭിന്നമായി ഇവിടെ ഒരു ശക്തമായ ത്രികോണ മത്സരം എന്ന് പറയാൻ കഴിയുകയില്ല. ഇവിടെ LDF-ഉം UDF-ഉം തമ്മിലുള്ള ശക്തമായ പോരാട്ടം തന്നെയായിരുന്നു. സിറ്റിംഗ് MP-യും സിറ്റിംഗ് MLA-യും തമ്മിലുള്ള പോരാട്ടമായിരുന്നു. ഇരുവരും വികസന രംഗത്തും വ്യക്തിപരമായ രീതിയിലും ആളുകളുടെ ഇടയിൽ വലിയ തോതിലുള്ള സ്വാധീനം ചെലുത്തിയിട്ടുള്ള ആളുകളാണ്. ഇതിനിടയിൽ കോഴയാരോപണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്തിനിടയിൽ ചർച്ചയാവുകയും അത് വലിയ തോതിൽ വാദപ്രതിവാദങ്ങൾക്ക് ഇട നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിലുള്ള ഒരു വീറും വാശിയും നിറഞ്ഞ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു കോഴിക്കോട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആ സാഹചര്യങ്ങളൊക്കെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ പോളിംഗ് ശതമാനം വലിയ തോതിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷേ കോഴിക്കോട് മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പോളിംഗ് ശതമാനമാവും ഇത്തവണ രേഖപ്പെടുത്താൻ ഇടയുള്ളത്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തുന്നത് എന്ന് വേണം കരുതാൻ. മറ്റിടങ്ങളിൽ നിന്നും വിഭിന്നമായി മുസ്ലിം ലീഗിൻ്റെ ഇടങ്ങളിലൊക്കെ തന്നെ ശക്തമായ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ബൂത്ത് തലത്തിൽ സംഘടിപ്പിക്കാൻ UDF പ്രവർത്തകർക്ക് കഴിഞ്ഞിരുന്നു. സമാനമായ സാഹചര്യത്തിലൂടെയാണ് LDF-ഉം ഇടപെട്ടത്. LDF എല്ലാ ഇടങ്ങളിലും ബൂത്തുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുഭാഗത്തു നിന്നും അവരുടേതായ ആളുകളെ, അതായത് തങ്ങൾക്ക് അനുകൂലമായ വോട്ടർമാരെ ബൂത്തിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു പ്രവർത്തനം ബൂത്ത് തലങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയിരുന്നു. ആ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട് മണ്ഡലത്തിൽ വലിയ തോതിലുള്ള വോട്ടിംഗ് ശതമാനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 80% കടക്കുമെന്ന ഒരു ധാരണയാണ് ഇപ്പോൾ. സരോജ് സുരേന്ദ്രനാണ് കോഴിക്കോട് നിന്ന് കൃത്യമായ വിവരങ്ങൾ പങ്കുവെക്കുന്നത്. മലബാർ മേഖലയിലും ശക്തമായ വോട്ടിംഗ് നടക്കുന്നു എന്ന സൂചനകൾ നൽകുന്നു. നമുക്ക് വോട്ടിംഗ് ശതമാനത്തിലേക്കൊന്ന് പോയാൽ കോഴിക്കോട് മണ്ഡലത്തിൽ 49.01, വടകര മണ്ഡലത്തിൽ 49.93, വയനാട് 53%, 53.65. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ ശക്തമായ കനത്ത പോളിംഗ് നടക്കുന്നു. അവിടെ 73% മാത്രമായിരുന്നു കഴിഞ്ഞ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് എങ്കിൽ ഇപ്പോൾ തന്നെ 53%. ഇനി വോട്ടിംഗ് അവസാനിക്കാൻ ഏതാണ്ട് 3 മണിക്കൂർ, 2.25 മണിക്കൂർ ബാക്കിയുണ്ട്. അപ്പോഴാണ് ഇത്തരത്തിൽ ഒരു വലിയ തോതിലുള്ള പോളിംഗിലെ കാര്യങ്ങൾ വന്ന് കണ്ണൂരിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, കണ്ണൂരിൽ 56% ഇതുവരെ രേഖപ്പെടുത്തിയ പോളിംഗ്. കാസർഗോഡ് 52.6 എന്ന് പറയുമ്പോൾ അതും വലിയ തോതിലുള്ള പോളിംഗ്. കാസർഗോഡും കണ്ണൂരും കോഴിക്കോടും അടക്കമുള്ള മലബാർ മേഖലയിൽ ശക്തമായ പോളിംഗ് നടക്കുന്നു എന്നതിന്റെ സൂചനകളാണ്. അതിന് മേഖലാ വ്യത്യാസമില്ല, നഗര ഗ്രാമ വ്യത്യാസമില്ല, തീരമേഖല എന്ന വ്യത്യാസമില്ല. എല്ലാ മേഖലകളിലും ഇപ്പോഴും പോളിംഗ് ശതമാനം ഉയർന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ സനോജ് പറഞ്ഞതുപോലെ 1 മണിക്കൂറിൽ 8% എന്ന രീതിയിൽ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മിക്ക മണ്ഡലങ്ങളിലും ഒരുപക്ഷെ 80% മുകളിലേക്ക് പോളിംഗ് പോകാം. മറ്റു ചില മണ്ഡലങ്ങളിലേക്ക് പോയാൽ ഇപ്പോൾ കോഴിക്കോട്, വടകര, വയനാട്, കണ്ണൂർ, കാസർഗോഡ് അടുത്ത മണ്ഡലങ്ങളിലെ പോളിംഗ് ശതമാനത്തിലേക്ക് പോയാൽ ആലപ്പുഴയിൽ 52.14% പോളിംഗ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോട്ടയത്ത് 54% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇടുക്കിയിൽ 54%, എറണാകുളത്ത് 50%, ചാലക്കുടിയിൽ 53%ത്തിലേക്ക് പോളിംഗ് പെർസെന്റേജ് ഉയർന്നിരിക്കുന്നു. ഈ മധ്യ കേരളത്തിലെ പ്രധാന മണ്ഡലങ്ങളിലൊക്കെ 50% കടന്നിരിക്കുന്നു. തൃശൂരിൽ 51.49, പാലക്കാട് 54.11, ആലത്തൂർ 51.15. ഒപ്പം മലപ്പുറത്തും പൊന്നാനിയിലും മാത്രമാണ് 50%-ന് താഴെ ഇപ്പോൾ പോളിംഗ് നടക്കുന്നത്. മലപ്പുറത്തും പൊന്നാനിയിലും സാഹചര്യം എടുത്താൽ പൊന്നാനിയിൽ 73.84 കഴിഞ്ഞ തവണത്തെ പോളിംഗ്. മലപ്പുറത്ത് 71%. തിരുവനന്തപുരത്ത് 51%, 50% കടന്ന പ്രധാന മണ്ഡലത്തിൽ നിന്നാണ് തിരുവനന്തപുരം. ആറ്റിങ്ങലിൽ 51, കൊല്ലത്ത് 51, പത്തനംതിട്ടയിൽ 53.25, മാവേലിക്കരയിൽ 52.30. ഇത്തരത്തിൽ സംസ്ഥാനത്തുടനീളം കനത്ത പോളിംഗ് രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, തിരുവനന്തപുരവും ആറ്റിങ്ങലും പത്തനംതിട്ടയും കഴിഞ്ഞ തവണ 65%, 70%-ന് താഴെ 65% മാത്രം പേർ
വോട്ടിംഗ് രേഖപ്പെടുത്തിയ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയ 3 മണ്ഡലങ്ങളായിരുന്നു തിരുവനന്തപുരവും ആറ്റിങ്ങലും പത്തനംതിട്ടയും. അവിടെ ഇപ്പോൾ തന്നെ 52% കാര്യങ്ങൾ എത്തുമെന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് ശതമാനത്തെക്കാളും വലിയ തോതിലേക്ക് വോട്ടിംഗ് ഉയരും എന്ന സൂചനകൾ ലഭിക്കുന്നു. പ്രത്യേകിച്ചും ശക്തമായ ത്രികോണ മത്സരം നടന്ന 3 മണ്ഡലങ്ങൾ. അവിടെ NDA പ്രധാനമായും മത്സരം നടത്തി. UDFന്റെ ഭാഗത്തു നിന്നും LDFന്റെ ഭാഗത്തു നിന്നും തിരുവനന്തപുരത്തും ആറ്റിങ്ങലും പത്തനംതിട്ടയിലും ശക്തമായ ത്രികോണ പോരാട്ടം നടന്ന മത്സരത്തിൽ വാശിയേറിയ പോളിംഗ് നടക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. ഇപ്പോൾ മറ്റൊരു പ്രധാന പോരാട്ടം നടക്കുന്ന മണ്ഡലമായ വടകരയിൽ അവിടെ ആതിരയുണ്ട്. വടകര വലിയ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് വേദിയായ മണ്ഡലം കൂടിയാണ്. പ്രത്യേകിച്ചും മുരളീധരനും ജയരാജനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അത് പ്രവചനാതീതമായി മാറുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇപ്പോൾ പോളിംഗ് ശതമാനം നമ്മൾ നോക്കിക്കാണുമ്പോൾ കഴിഞ്ഞ തവണ വടകരയിലെ പോളിംഗ് 81.24 ആയിരുന്നു. അത് സംസ്ഥാനത്ത് അത്യാവശ്യം പോളിംഗ് നടന്ന മണ്ഡലങ്ങളിൽ ഒന്നുകൂടി ആയിരുന്നു, കണ്ണൂരിനൊപ്പം വടകര. ഇന്ന് ഇതുവരെയുള്ള കണക്കനുസരിച്ച് എങ്ങനെയുണ്ട് കാര്യങ്ങൾ? രഞ്ജിത്ത്, കനത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് വടകര. ഒരുപക്ഷെ കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിലൊന്ന്. LDFനെ സംബന്ധിച്ചിടത്തോളം UDFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാന പോരാട്ടമാണ് വടകര മണ്ഡലത്തിൽ നടക്കുന്നത്. ആ വീറും വാശിയും തീർച്ചയായിട്ടും പോളിംഗിലും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഏറ്റവും ഒടുവിലെ കണക്കനുസരിച്ച് 54.7% വടകര മണ്ഡലത്തിൽ പോൾ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് പരിശോധിക്കുമ്പോൾ 81.4% കഴിഞ്ഞ വർഷത്തെ പോളിംഗ്. ആ പോളിംഗ് ശതമാനത്തെ മറികടക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. 12,86,250 വോട്ടർമാരാണ് വടകര മണ്ഡലത്തിലുള്ളത്. 6,69,223 സ്ത്രീകൾ ഉൾപ്പെടെയാണ് ആ കണക്ക്. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ നീണ്ട നിരകളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് സ്ത്രീകളുടെ സാന്നിധ്യം തന്നെയാണ്. രാവിലെ മുതൽ 7 മണിക്ക് പോളിംഗ് ആരംഭിച്ചത് മുതൽ സ്ത്രീകളുടെയും യുവാക്കളുടെയും വലിയ സാന്നിധ്യം നമുക്ക് പോളിംഗ് സ്റ്റേഷനിൽ കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും കരുത്തുറ്റ പോരാട്ടം തന്നെയാണ്, കനത്ത രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് വടകര മണ്ഡലത്തിൽ നടക്കുന്നത്. ആര് വിജയിക്കും, എത്ര ഭൂരിപക്ഷം ഉണ്ടാവും എന്ന് നമുക്ക് പ്രവചനാതീതമായിരിക്കുകയാണ്. വടകര മണ്ഡലത്തിലെ കണക്കനുസരിച്ച്, നിലവിലെ കണക്കനുസരിച്ച് 54.7% പോളിംഗ് നിൽക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള തലശ്ശേരി കൂത്തുപറമ്പ് മേഖലകളിലാണ്. ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള CPMന് എടുത്തു പറഞ്ഞാൽ CPMന് സ്വാധീനമുള്ള തലശ്ശേരി കൂത്തുപറമ്പ് മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുറ്റ്യാടിയാണ് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന പോരാട്ടമാണ് വടകര മണ്ഡലത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആര് ജയിക്കും, എത്ര ഭൂരിപക്ഷം കിട്ടും, നമുക്ക് പ്രധാനപ്പെട്ട ഘടകമാണല്ലോ RMPയും അവിടുത്തെ വീരേന്ദ്രകുമാറിന്റെ പാർട്ടിയും ഒക്കെ. അവരുടെ ശക്തി കേന്ദ്രങ്ങൾ ഒക്കെയുള്ള പ്രദേശം കൂടിയാണല്ലോ അവിടെ. ആ മേഖലകളിലുള്ള വോട്ടിംഗ് ശതമാനം, അതിന്റെ രാവിലെ തൊട്ടുള്ള ഒരു പങ്കാളിത്ത വോട്ടർമാരുടെ, അതിന്റെ വിശകലനം നടത്താറായോ? തീർച്ചയായും രഞ്ജിത്ത്, RMPക്കും LJDക്കും നിർണായക സ്വാധീനമുള്ള മണ്ഡലമാണ് വടകര. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ RMPയുടെ നേതാക്കൾ പറഞ്ഞ പോലെ ഏത് വിധേനയും P. ജയരാജന്റെ തോൽവി ഉറപ്പാക്കുക എന്നതായിരുന്നു RMPയുടെ ലക്ഷ്യം. ആ രീതിയിൽ തന്നെയുള്ള പ്രവർത്തനങ്ങളാണ് RMPക്ക് സ്വാധീനമുള്ള ഒഞ്ചിയം മേഖലകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാവിലെ തന്നെ KK രമ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ RMP നേതാക്കളുടെ നീണ്ട നിര നമ്മൾ ഒഞ്ചിയം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ കണ്ടതാണ്. തീർച്ചയായിട്ടും വലിയ പോരാട്ടം നടക്കുന്ന മേഖല. അതുപോലെ തന്നെ LJD ഇത്തവണ LDFിലേക്ക് വന്നത് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് LDFന്റെ പ്രതീക്ഷ. എന്നാൽ LJDയിലെ ഒരു വിഭാഗം ഇടഞ്ഞു നിൽക്കുന്നത് LDFന് ദോഷം ചെയ്യും എന്ന കണക്കുകൂട്ടലാണ് UDF കേന്ദ്രങ്ങളിൽ നടക്കുന്നത്. വിജയ പ്രതീക്ഷയിലാണ് രണ്ട് കൂട്ടരും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനെയാണ് വടകരയിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ വയനാട്ടിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ. വയനാട് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള, ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അവിടെ രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ ഏറ്റുമുട്ടുന്ന മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ വയനാട്ടിൽ പോളിംഗ് നടന്നപ്പോൾ 2014 വയനാട്ടിലെ പോളിംഗ് പെർസെൻറ്റേജ് 73.29% ഇപ്പോൾ ഇനി 3 മണിക്കൂർ കൂടി പോളിംഗിന് അവശേഷിക്കുമ്പോൾ അത് ഏതാണ്ട് 55% പോളിംഗ് എത്തുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. മനു ഭരത് ഉണ്ട് വയനാട്ടിൽ. മനു, രാവിലെ മുതൽ തന്നെ വലിയ ശക്തമായ പോളിംഗ് നടക്കുന്നുണ്ട് വയനാട്ടിലെ പല മേഖലകളിലും.
ഇപ്പോൾ 55ലേക്ക് 53 54.29 ആണെങ്കിൽ പോലും 55 ഒരു പക്ഷേ 56 എത്താനുള്ള അനൌദ്യോഗികമായ അത്തരം സാഹചര്യങ്ങളുമുണ്ട്. കൃത്യമായ കണക്കുകൾ നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ. വയനാട്ടിന്റെ നേരത്തെയുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ, തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുമ്പോൾ എങ്ങനെ കാണണം പോളിംഗിനെ? നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിലൊക്കെ അപ്പുറത്തേക്ക് പോളിംഗ് ശതമാനം പോകുന്ന ഒരു സാഹചര്യമുണ്ടോ? വോട്ടർമാരുടെ നീണ്ട നിരയുണ്ടോ ഇപ്പോഴും പോളിംഗ് ബൂത്തുകളിൽ? രഞ്ജിത്ത്, എനിക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലെ ഔദ്യോഗിക വിവരം 58.76% പോളിംഗ് ആണ് വയനാട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ മാനന്തവാടിയിൽ 58.72, സുൽത്താൻ ബത്തേരിയിലാണ് ഏറ്റവും അധികം പോളിംഗ് നടക്കുന്നത്. അവിടെ 62.24% പോളിംഗ് നടന്നിരിക്കുന്നു. 59% പോളിംഗ് നടന്നിരിക്കുന്നു കൽപ്പറ്റയിൽ. അതുപോലെ തിരുവൻപാടിയിൽ 57%, ഏറനാട് 53, നിലമ്പൂർ 57, വണ്ടൂർ 53.73. ഇങ്ങനെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന ഔദ്യോഗിക കണക്കുകൾ. അത് തന്നെ ഒരു നല്ല പോളിംഗിൻ്റെ ഒരു ലക്ഷണം ആയിട്ട് വേണം ഇതിനെ വിശകലനം ചെയ്യാൻ. പ്രത്യേകിച്ച് ഇവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സാഹചര്യത്തിൽ വലിയ തോതിൽ ഒരു തെരഞ്ഞെടുപ്പ് അനുകൂല തരംഗം ഈ മണ്ഡലത്തിലുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വയനാട്ടിലെ സുഗന്ധഗിരി എന്ന് പറയുന്ന ഒരു ഒറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. ഇവിടെ കൂടുതലും ഒരു വലിയ സുരക്ഷയോടുകൂടി തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു പ്രദേശമാണ് ഈ സുഗന്ധഗിരി മേഖല. ഇവിടെയുള്ള പൂക്കോട് സ്കൂളിലാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഉച്ചയോടുകൂടി അടുപ്പിച്ചതിന് ശേഷം അല്പം മന്ദഗതിയിലായ പോളിംഗ് വീണ്ടും കനക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ സ്ത്രീകളായ വോട്ടർമാർ കൂടുതൽ വന്നു തുടങ്ങുന്നതിൻ്റെ ഒരു ലക്ഷണം ഇതുപോലുള്ള ഒരു മേഖലയിൽ കാണാൻ കഴിയും. ഈ പൂക്കോട് ഈ സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് അതീവ സുരക്ഷാ മേഖലയിൽപ്പെട്ട ഒരു പോളിംഗ് ബൂത്താണ്. അത്തരത്തിൽ 73 ജാഗ്രത വേണ്ട പോളിംഗ് സ്റ്റേഷനുകളും 23 അതീവ ജാഗ്രത വേണ്ട പോളിംഗ് സ്റ്റേഷനുകളുമാണ് ഈ വയനാട് ജില്ലയിൽ ഉള്ളത്. ഈ 575 പോളിംഗ് സ്റ്റേഷനുകളാണ് ജില്ലയിലാകമാനമുള്ളത്. ഈ മണ്ഡലത്തിൽ 1311 പോളിംഗ് സ്റ്റേഷനുകളിൽ അതിൽ ഒരു ഒറ്റപ്പെട്ട സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാവുന്ന, അല്ലെങ്കിൽ ഈ മാവോയിസ്റ്റ് ആക്രമണ ഭീഷണിയൊക്കെ തന്നെ നിലനിൽക്കുന്ന ഒരു പോളിംഗ് സ്റ്റേഷനിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുണ്ട്, ഒപ്പം തന്നെ പോലീസുണ്ട്, അർദ്ധസൈനിക വിഭാഗത്തിൻ്റെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. അത്തരത്തിൽ എല്ലാ അർത്ഥത്തിലും പഴുതടച്ചുള്ള സുരക്ഷ ഒരുക്കി ആളുകൾക്ക് നിർഭയമായി വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം ജില്ലാ ഭരണകൂടം ഒരുക്കി വെച്ചതിൻ്റെ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഈ രാഹുൽ തരംഗം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി മത്സരരംഗത്ത് വന്നതോടുകൂടി കൂടുതൽ വോട്ടിങ്ങിന് കൂടുതൽ വർധനവുണ്ടാകുമെന്ന് പൊതുവെ ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. കാരണം രാഹുൽ ഗാന്ധി 5 ലക്ഷം വോട്ടിന് വിജയിക്കും എന്നൊക്കെ തരത്തിലായിരുന്നു UDFൻ്റെ പ്രചാരണങ്ങൾ. സമാനമായ രീതിയിൽ LDFും ശക്തമായ പ്രചരണം നടത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെ കൂടുതൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ എത്തും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ ഉച്ച ശേഷം കഴിയുമ്പോൾ ഇപ്പോൾ 60-നടുത്ത് പോളിംഗ് ആയി കാണും. കാരണം ഔദ്യോഗിക കണക്കുകൾ തന്നെ നമുക്ക് ലഭിക്കുന്നത് 58 അപ്പോൾ ഈ 73 എന്ന കഴിഞ്ഞ വർഷത്തെ വയനാടിൻ്റെ 73% എന്ന വോട്ടിംഗ് നിരക്കിൽ നിന്ന് തീർച്ചയായും ഇത്തവണ ഒരു വർധനമുണ്ടാകും. സ്ത്രീകൾ വലിയ തോതിൽ ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്നതിൻ്റെ ഒരു ഏറ്റവും മനോഹരമായ കാഴ്ച തന്നെയാണ് നമുക്ക് വയനാടിൽ നിന്ന് നൽകാനുള്ളത്. രഞ്ജിത്ത്, ഒപ്പം ഈ 5 ലക്ഷം ഭൂരിപക്ഷം എന്നൊക്കെ പറയുമ്പോൾ മനു, അത് ഒരു കുറച്ചുകൂടി ഒരു വലിയ കടന്ന കണക്കായി പോയില്ലേ? വയനാട്ടിലെ ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് ഇപ്പം നോക്കിയാൽ പരമാവധി എത്ര വോട്ടുകൾ വെച്ച് കിട്ടാൻ സാധിക്കും? കഴിഞ്ഞ തവണത്തെ കണക്ക് എത്ര വോട്ടർമാരുണ്ട്? ആ രീതിയിലൊരു കണക്കെടുപ്പ് നടത്തിയാൽ ഈ ഉയരുന്ന പോളിംഗ് ശതമാനം ഈ 5 ലക്ഷത്തിലേക്കൊക്കെ ഭൂരിപക്ഷം എത്തിക്കാനുള്ള സാഹചര്യമുണ്ടോ? രഞ്ജിത്ത്, ഈ 2009 ഈ വയനാട് മണ്ഡലത്തിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായതിന് ശേഷം MI ഷാനവാസ് നേടിയത് 1,53,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു തികഞ്ഞ ആത്മവിശ്വാസം പ്രത്യേകിച്ച് UDF മേഖലയിൽ നിന്നുള്ളത്. അവർക്കിത് കുറ്റിച്ചൂലിൽ നിർത്തിയാൽ പോലും വിജയിക്കും എന്ന ഒരു പ്രയോഗം തന്നെ അങ്ങനെയാണ് ഉണ്ടായത്. പക്ഷേ കഴിഞ്ഞ തവണ ആ സാഹചര്യത്തിനൊരു മാറ്റം വന്നു. സത്യൻ മുഖേരിയായിരുന്നു ഇവിടെ CPIയുടെ സ്ഥാനാർത്ഥി. ആ ഒരു 20,870 വോട്ടുകളിലേക്ക്, ആ 1,53,000 എന്ന മാർജിനിൽ നിന്ന് 20,870 ഇതിനെ താഴ്ത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു. അത് ആണ് LDFന് ഇപ്പോഴും ഒരു പ്രതീക്ഷ നൽകുന്നത്. അവർ അത് തന്നെ തറപ്പിച്ച് പറയുന്നു. കാരണം ഇത് ബാലികേറാ മലയല്ല വയനാട് മണ്ഡലം എന്നതാണ് LDF പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ ഒരു കണക്ക് നോക്കുമ്പോൾ ഒരു ബാലികേറാ മലയായി ഇതിനെ പ്രഖ്യാപിക്കേണ്ടതില്ല. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 LDFനാണ് ഇപ്പോൾ അവിടെ വിജയിച്ചിരിക്കുന്നത്. ഇതെല്ലാം കൊണ്ട് തന്നെ ശക്തമായ ഒരു പ്രചരണം നടത്തിയാൽ വിജയിക്കാൻ അല്ലെങ്കിൽ നല്ല രീതിയിലൊരു പ്രകടനം പുറത്തെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് LDFനുള്ളത്. തീർച്ചയായും മനോഭരതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. ദേശീയ തലത്തിലും ഏതാണ്ട് 12
13 സംസ്ഥാനങ്ങൾ, കേരളമടക്കം 13 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യമുണ്ട്. 96 മണ്ഡലങ്ങളിൽ കേരളത്തിന് പുറമെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ വെല്ലൂർ ഒഴികെ ദക്ഷിണേന്ത്യയിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ഇന്ന് തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്ക് പ്രകാരം 3 മണിവരെ 37% പോളിംഗ് ആണ് ദേശീയ തലത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. KP അഭിലാഷ് ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അഭിലാഷ്, 37% എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിൽ പെർസെൻറ്റേജ് 50ഉം 55ഉം ഒക്കെ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ തന്നെ 58 വരെ വയനാട്ടിലെത്തിയ സാഹചര്യമുണ്ട്. ദേശീയ തലത്തിലെ കണക്ക് നോക്കുമ്പോൾ ഈ 3ാം ഘട്ടത്തിലെ പോളിംഗിനെ എങ്ങനെ വിലയിരുത്തണം? കാര്യമായ രീതിയിലുള്ള ഒരു കുറവാണോ കൂടുതലാണോ രേഖപ്പെടുത്തിയിരിക്കുന്നത്? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ കനത്ത പോളിംഗ് തുടരുമ്പോഴും ഞാനിപ്പോൾ പറയാൻ പോകുന്ന കണക്കുകൾ ഔദ്യോഗികമായി ദേശീയ തലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്നതാണ്. നമുക്കറിയാം രാജ്യവ്യാപകമായി ഇന്ന് 116 ലോക്സഭാ സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ ഒറ്റഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നു എന്നുള്ളത് പ്രധാനമായും ഇന്ന് കേരളത്തിലും ഗുജറാത്തിലുമാണ്. കർണാടകത്തിലെ 14 സീറ്റുകളിൽ കൂടി വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതോടെ ദക്ഷിണേന്ത്യയിൽ വോട്ടെടുപ്പ് സമാപിക്കുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിലേത് ഉൾപ്പെടെയുള്ള കണക്കുകൾ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ നൽകിയ കണക്കുകൾ പ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി വിടുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു പറയുന്നത്. അത് പ്രകാരം പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും അധികം പോളിംഗ് നടന്നിട്ടുള്ളത്. ഉച്ചയ്ക്ക് 3 മണി വരെ പശ്ചിമ ബംഗാളിൽ 52% ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയതായി. ആ സംസ്ഥാനത്തെ 5 ലോക്സഭാ സീറ്റുകളിലാണ് ഇപ്പോൾ വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ അക്രമ സംഭവങ്ങൾ പശ്ചിമ ബംഗാളിൽ ഉണ്ടായിരുന്നു. അവിടെ CPM-ന്റെ സ്ഥാനാർത്ഥിയുടെ വാഹനത്തിന് നേരെ ഇഷ്ടിക കൊണ്ട് എറിയുന്ന പശ്ചാത്തലം പോലും ഉണ്ടായിരുന്നു. പശ്ചിമ ബംഗാളിൽ ഔദ്യോഗികമായി ലഭിക്കുന്ന കണക്കുകളാണ് ഞാൻ പറയുന്നത്. 52% ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 52% എന്നതാണ് ഏറ്റവും കൂടുതൽ. അവിടെ കേരളത്തിന്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ദേശീയ തലത്തിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 39% വോട്ടുകൾ മാത്രമാണ്. ഈ നിലയിലുള്ള കണക്ക് കൂടിയാണ് എന്നുകൂടി രഞ്ജിത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അസമിൽ 46%വും ഛത്തീസ്ഗഡിൽ 37%വും വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ദാദ്ര നഗർ ഹവേലിയിൽ മികച്ച പോളിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 37% പോളിംഗ് നടന്നിട്ടുള്ളത്. ഗോവയിൽ 45%വും ഗുജറാത്തിൽ 39%വും എന്നിങ്ങനെ വോട്ടിംഗ് നിര മുന്നോട്ട് പോകുമ്പോൾ ജമ്മു കാശ്മീരിൽ താരതമ്യേന കുറഞ്ഞ പോളിംഗ് ആണ് ഈ ഘട്ടത്തിലുമുള്ളത്. 10% താഴെ ആളുകൾ മാത്രമാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ 3 മണി വരെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഈ നിലയിലുള്ള കണക്കുകൾ പുറത്തു വരുമ്പോൾ ത്രിപുര ഈസ്റ്റിലെ തെരഞ്ഞെടുപ്പ് 2ാം ഘട്ടത്തിലായിരുന്നു നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ക്രമസമാധാന പ്രശ്നങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് 3ാം ഘട്ടത്തിലേക്ക് മാറ്റുകയായിരുന്നു. ത്രിപുരയിലെ വോട്ട് ശരാശരി 3 മണി വരെ 44% എന്നുള്ളതാണ്. ഉത്തർപ്രദേശ് ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഉത്തർപ്രദേശിൽ താരതമ്യേന ഈ 3ാം ഘട്ടത്തിൽ പോളിംഗ് ശതമാനം കുറവാണ് എന്നതും എടുത്തു പറയേണ്ടതുണ്ട്. 30% താഴെ വോട്ടർമാർ മാത്രമാണ് 3 മണി വരെ ഔദ്യോഗികമായി വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇത് ഔദ്യോഗികമായി അതാത് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ നൽകുന്ന കണക്കുകൾ പ്രകാരമുള്ള ഒന്നാണ്. തീർച്ചയായും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒഫീഷ്യലായ ഒരു കണക്ക് നാളെയോ മറ്റന്നാളോ ആയിരിക്കാം പുറത്തു വരുന്നത്. അപ്പോൾ മാത്രമായിരിക്കും എത്രത്തോളം ഉയർന്ന കനത്ത ഒരു പോളിംഗ് തന്നെയാണ് ഓരോ സംസ്ഥാനങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അതേസമയം കേരളത്തിൽ കനത്ത പോളിംഗ് എന്ന് നമുക്ക് കേരളത്തിൽ നിന്ന് അവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ കൂടി അടിസ്ഥാനമാക്കി നമുക്ക് പറയാനും സാധിക്കും. എന്തായാലും രാജ്യം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഈ 3ാം ഘട്ടത്തിൽ നടക്കുന്നത്. കാരണം 7 ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്നത് ഇന്നാണ്. 116 സീറ്റുകളിലേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. കേരളത്തിലും കർണാടകത്തിലും വോട്ടിംഗ് പൂർത്തിയാകുന്നതോടുകൂടി ദക്ഷിണേന്ത്യ പൂർണ്ണമായും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഉണ്ടാകുന്നത്. ഒപ്പം വടക്ക് കിഴക്കൻ മേഖലയിലേക്ക് പോയാൽ അവിടെ അസമിൽ മാത്രമായിരുന്നു തെരഞ്ഞെടുപ്പ് അവശേഷിച്ചിട്ടുള്ളത്. അസമിലെ 5 ലോക്സഭാ സീറ്റുകളിൽ ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അസമിലെ 5 മണ്ഡലങ്ങളിൽ കൂടി വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതോടുകൂടി വടക്ക് കിഴക്കൻ മേഖല, നോർത്ത് ഈസ്റ്റ് മേഖല പൂർണ്ണമായും വോട്ടെടുപ്പ് അവസാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ഗുജറാത്തിലെ 26 സീറ്റുകളിലേക്കും ഗോവയിലെ 2 സീറ്റുകളിലേക്കും ഛത്തീസ്ഗഡിലെ 7 സീറ്റുകളിലേക്കും ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് KP അഭിലാഷാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. ദേശീയ തലത്തിലും 3ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത് KP അഭിലാഷാണ്. നമുക്ക് ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 60% കേരളത്തിലെ പോളിംഗ് ശതമാനം നീങ്ങുന്നു എന്ന് തന്നെയാണ്. ഔദ്യോഗികമായി 56.78% കാര്യങ്ങൾ പോകുന്നു. അതിൽ ആലപ്പുഴയിൽ 58% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. കണ്ണൂരിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 61% കണ്ണൂരിൽ കാര്യങ്ങൾ പോകുന്നു എന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നു. ഇത്തരത്തിൽ 56.78 എന്ന കണക്കിലേക്ക് പോളിംഗ് പോകുന്നു. 60% അടുക്കുന്നു കേരളത്തിലെ പോളിംഗ്. ഇനിയും 2.5 മണിക്കൂർ കൂടി ബാക്കിയുണ്ട് പോളിംഗ് തീരാൻ. ഇപ്പോഴും വോട്ടർമാരുടെ നീണ്ട നിര
ക്യൂവിൽ ഉണ്ട് എന്ന ഏറ്റവും പുതിയ സൂചനകളും പുറത്തുവരുന്നു.